നമ്മുടെ മത്സരം സ്ത്രീകളുടെ മേഖല ഏതാ? പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ മേഖല ഏതാ? വീടിനുള്ളില് എവിടെ? അടുക്കള. നല്ല നല്ല പലഹാര വിഭവങ്ങൾ പുരുഷന്മാർക്കും മക്കൾക്കും വെച്ചുണ്ടാക്കുന്ന പരിപാടിയാണ് ആർക്ക്? സ്ത്രീകൾക്ക്. അപ്പൊ തീർച്ചയായിട്ടും അടുക്കളയുമായി ബന്ധമുള്ള ഒരു ചോദ്യം. മലയാളത്തിലെ ഓരോ അക്ഷരങ്ങൾ നിങ്ങൾക്ക് തരും. ഏതക്ഷരമാണോ ലഭിക്കുന്നത് ആ അക്ഷരത്തിൽ തുടങ്ങുന്ന എത്ര വസ്തുക്കൾ, പലഹാരങ്ങൾ, പച്ചക്കറി, അടുക്കളയിൽ എന്തും പറയും. റെഡിയാണോ? 1 മിനിറ്റാണ് സമയം. 1 മിനിറ്റിനുള്ളിൽ എത്ര കൂടുതൽ പറയുന്നോ അവർക്കാണ് നമ്മുടെ സമ്മാനം. റെഡി? അപ്പം ഇതിൽ നിങ്ങൾക്കൊരു ഡ്യൂട്ടി ഉണ്ട്. ക്ലൂ കൊടുക്കുക. ഒളിച്ചു പറയാൻ പാടില്ല. ക്ലൂ മാത്രം. ഇന്ന മരത്തിൽ നിന്നും കിട്ടുന്നത്, ഇന്ന കറി ഉണ്ടാക്കുന്നത്, ഇന്ന വസ്തു. ഇംഗ്ലീഷിലും പറഞ്ഞു കൊടുക്കാം, പ്രശ്നമില്ല. റെഡിയാണോ? ആണോ അല്ലേ? ആണോ അല്ലേ? യെസ്, റെഡിയാണ്. അപ്പം ഈ മത്സരം ഇവിടെ കഴിയുമ്പോഴേക്കും ഒരു ബഹളമയമാകണം. റെഡി? യെസ്. അപ്പൊ ആദ്യ മത്സരാർത്ഥി ഇവിടെ തന്നെ പോകുന്നുണ്ട്. യെസ്. അപ്പൊ ആദ്യ മത്സരാർത്ഥി ഇവിടെ എത്തി നിൽക്കുന്നു. പേരെന്തായിരുന്നു? റംസീന. ഒരു നല്ല ഗൈഡ് കൊടുത്തുകൊണ്ട് മത്സരത്തിലേക്ക് എടുക്കാം. മലയാളത്തിലെ ഏത് അക്ഷരം കൊടുക്കണം? ഏതാ? മലയാളത്തിലെ ഏത് അക്ഷരം കൊടുക്കണം? ഏതാ? ആ. ഓക്കെ. സ്വരാക്ഷരങ്ങളിലെ ആദ്യ അക്ഷരം ആ എന്നാണ് ലഭിച്ചിരിക്കുന്നത്. ആയിൽ തുടങ്ങുന്ന എത്ര വസ്തുക്കൾ, പലഹാരങ്ങൾ, പച്ചക്കറികൾ 1 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റും നോക്കാം. യെസ്. മൈക്ക് ചേർത്ത് വെച്ച് പറയാം. ടൈം സ്റ്റാർട്ട്. ആന. അടുക്കളയില് ഇല്ലേ? നമുക്ക് പലഹാര വസ്തുക്കളൊക്കെയാണ് അടുക്കളയിലുള്ള പറയേണ്ടത്. അടുക്കളയിൽ ഇത്രയേറെ ഞാൻ പറഞ്ഞൊക്കെ വൃത്തിയായി അല്ലേ? മത്സരം ആദ്യം മുതൽ തുടങ്ങും. ഒറ്റ മൈക്ക് ഇവിടേക്ക് വെച്ചാൽ എല്ലാരും കേൾക്കും. 1. ക്ലൂ പോന്നോട്ടെ. ആക്ഷൻ കാണിച്ചു കൊടുക്കാം. അത് ആക്ഷൻ ഇങ്ങനെ കാണിക്കും. ഐസ്. പിന്നെ പോന്നോട്ടെ. അതാ ഇങ്ങനെ ആക്കുന്ന എന്താ? അടുക്കളയിൽ കയറല്ലേ? ആഹാരം. അതാണ് ഇപ്പൊ അടുക്കളയിൽ ഉണ്ടാവുക. പോന്നോട്ടെ. പിന്നെ അച്ചാറ്. ഓക്കെ. 4. പോന്നോട്ടെ. 4 അരി. 5 വിളിച്ചു പറയാൻ പാടില്ല. ക്ലൂ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. യെസ്. പോന്നോട്ടെ. ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ആക്കുന്ന സാധനം. അങ്ങനെ ഒരു സാധനം ഇല്ലേ? പോന്നോട്ടെ. പെട്ടെന്ന് പറയാം. നമ്മുടെ സമയം ഇങ്ങനെ പോയി. അരക്കല്ല്. എന്റെ സ്റ്റാൻഡേർഡ് ടീംസ് ആണെന്ന് തോന്നുന്നു അല്ലേ? 2 അക്ഷരമുള്ള ആ പേര് പറയില്ല. പോന്നോട്ടെ. 5 നിൽക്കുന്നു. 5 അരകല്ല്, അമ്മിയും അല്ലേ? ഐഡിയ ഉള്ള കൂടുതല. അത് കൂട്ടില്ല. ഇത് 1 കൂട്ടിയാ പോരെ? യെസ്. 1 കൂട്ടാം. യെസ്. 5 നിൽക്കുന്നു. പോന്നോട്ടെ. 5. നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആട്ട. വിളിച്ചു പറയണ്ട. ആട്ട എന്നുള്ള ഒരു ക്ലൂ അതൊന്ന് ഇവിടെ ഒരു ഐറ്റാക്കി മാറ്റി. പോന്നോട്ടെ. ആട്ട വെച്ചിട്ട് വേറെ എന്താ അറിയോ? ഇങ്ങനെ എന്തോ ആക്കുന്ന സാധനം. എന്താ? ഉഴുന്ന്. വെച്ചിട്ട് അല്ലേ? യെസ്. നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഒരു നല്ല ഗൈഡ് കൊടുക്കാം. അവിടെ ഇരുന്ന് വിളിച്ചു പറയുന്ന പോലെയല്ല ഇവിടെ നിന്ന് മത്സരിക്കുന്നത്. യെസ്. അടുത്ത മത്സരാർത്ഥി പേരെന്തായിരുന്നു? സുഹറാബി. ഒരു നല്ല ഗൈഡ് കൊടുത്തുകൊണ്ട് മത്സരത്തിലേക്ക്. ഏതക്ഷരം കൊടുക്കണം മലയാളത്തിലെ? ച. ഓക്കെ. ഒരു സജഷൻ ഇവിടെ നിന്ന് വന്നിരുന്നു. ച. നമ്മുടെ ഉദ്ഘാടന പ്രാസംഗികൻ ച എന്ന് പറഞ്ഞു തന്നിരിക്കുന്നു. ചായയിൽ തുടങ്ങുന്ന എത്ര? ച, ചി, ചു എന്ത് വേണം വെക്കാം. ചമ്മന്തി. ചമ്മന്തിയിൽ തുടങ്ങിയിരിക്കും. ക്ലൂ കൊടുക്കണോ? രാവിലെ കുടിക്കുന്ന ചപ്പാത്തി. വിളിച്ചു പറയാൻ പാടില്ല. ക്ലൂ മാത്രം കൊടുത്താൽ മതി. 2 രാവിലെ കുടിക്കുന്ന എന്താ? ചായ. 3 ചായയിൽ ഇടുന്നത് എന്താ? ചായപ്പൊടി. പിന്നെ പോന്നോട്ടെ. ഉച്ചക്കൊക്കെ നമ്മൾ എന്താ കഴിക്കുക? ഉച്ചക്ക് ചക്കയാ കഴിക്കില്ല എല്ലാരും അല്ലേ? 6 മതി. ഉച്ചക്ക് എന്താ കഴിക്കുക? 5 ഉച്ചക്ക് ചോറ്. മറന്നുപോകാൻ പാടില്ല അല്ലേ? പിന്നെ ചീര. പിന്നെ ചേന. 8 ചേമ്പ്. 9 പോന്നോട്ടെ. അങ്ങനെ പോരണം. പോന്നോട്ടെ. ചേമ്പ്. പിന്നെ ചട്ടി. പൊട്ടി പോഞ്ഞാൽ മതി. യെസ്. 10 സമയമുണ്ട്. കുറച്ചുകൂടി സമയമുണ്ട്. കുറച്ചുകൂടി സമയമുണ്ട്. പോന്നോട്ടെ. അത്യാവശ്യം ടെൻഷൻ അടിക്കുന്നുണ്ട്. പോന്നോട്ടെ. ക്ലൂ കൊടുത്ത് ടെൻഷൻ അടിപ്പിക്കണം. പോന്നോട്ടെ. ഇങ്ങില്ലേ? അതാ അവിടെ ക്ലൂ വരുന്നുണ്ട്. യെസ്. നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. 10 പേരുകൾ പറഞ്ഞിരിക്കുന്ന ഒരു നല്ല ഗൈഡ് കൊടുക്കുക. യെസ്. അടുത്ത ആള് പോകുന്നുണ്ട്. പേരെന്താ? റസിയ. എന്താക്കി ഒരു നല്ല ഗൈഡ് കൊടുക്കുക നിങ്ങൾ എല്ലാവരും ചേർന്നിട്ട്. യെസ്. അപ്പം ഏതക്ഷരം കൊടുക്കണം? ഇനി ഇവിടെ ചോദിക്കില്ല. ഇനി ഈ ഭാഗത്താണ്. ഏതക്ഷരം? ക. ഓക്കെ. ക എന്ന അക്ഷരം. കായിൽ തുടങ്ങുന്ന എത്ര? കടുക്. ചെറുതിൽ നിന്നും തുടങ്ങാം അല്ലെ? ആയിക്കോട്ടെ. കടുക്. കരിഞ്ജീരകം. പിന്നെ പോന്നോട്ടെ. 2 കാപ്പി. വിളിച്ചു പറയാൻ പാടില്ല. ക്ലൂ മാത്രം. അതാ അങ്ങോട്ട് നോക്കാൻ പറയാം.
ആ കക്ക. ഓക്കെ, 4. കപ്പ 5. 5 നിൽക്കുന്നു. 5 നിൽക്കും. വിളിച്ചു ക്ലൂ കൊടുത്താൽ മതി. കലം. ഓക്കെ, 6 ക്ലൂ കൊടുക്കാനേ പാടുള്ളൂ. ഇനി ഔട്ടാക്കി കളയും. ക്ലൂ അല്ലാതെ. കരണ്ടി. ഓക്കെ, 7. പിന്നെ 7 നിൽക്കുന്നു. നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. 7. കാ കീ കൂ എന്ത് വേണമെങ്കിലാക്കാം. കാ കീ കൂ എന്ത് വേണമെങ്കിലാക്കാം. കടല. ഓക്കെ, 8 നിൽക്കുന്നു. 8 നിൽക്കുന്നു. ആ, പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഇവിടെ ഫുള്ള് ഫൗളാ. ഉദ്ഘാടനത്തിന്റെ ആളെന്നെ ഫൗള് കളിക്കാൻ പോവുക. കറി. ഓക്കെ, നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. യെസ്, 9 പേരുകൾ പറഞ്ഞിരിക്കുന്നു. ഒരല്പം കൂടെ ശ്രമിച്ചിട്ട് നിങ്ങൾ മുമ്പിൽ ആവുമ്പോൾ എന്തെങ്കിലും ഒരു നല്ല ഗൈഡ് കൊടുക്കാം അല്ലേ? ഗൈഡ് പോകുന്നത് അടുത്ത ആള് പോകട്ടെ. ഹസ്ബൻഡ്സ് ഒക്കെ ഇവിടെ അല്ലേ? ഭർത്താവ് ഇവിടെ ഉണ്ടോ? ഇവിടെ വന്നിട്ടില്ല. ചോദിക്കാൻ പോകരുത് അടുക്കളയിൽ കയറാനുണ്ടോ ഇല്ലേ ചോദിക്കട്ടെ. അടുക്കളയിൽ കയറല്ലേ? ഓ, എപ്പോഴാണ് ഭക്ഷണം കഴിക്കാനാണോ അല്ലെങ്കിൽ ഉണ്ടാക്കാനാണോ? ആ, ഫുള്ള് കഴിക്കാൻ തന്നെ കയറില്ലേ? യെസ്. അപ്പൊ ഏതക്ഷരം കൊടുക്കണം? ഏതാ? മ. മലയാളം എന്ന നമ്മുടെ മനോഹരമായ ഭാഷയുടെ ആദ്യ അക്ഷരം മ. ഷഡ്യം. മാങ്ങ 1. പിന്നെ ഇത് വെച്ച് പറയണം. ആ, മത്തി 2. പിന്നെ മത്തൻ 3. പിന്നെ മോ വെച്ച് പറയാം. മീ വെച്ച് പറയാം. മീന്. ഓക്കെ, പിന്നെ പോന്നോട്ടെ. മാ വെച്ചിട്ട് അത്യാവശ്യം ടെക്സ്റ്റ് അടിച്ചിട്ട് പോന്നോട്ടെ. മാവ്. ഓക്കെ, 5. പെട്ടെന്ന് പറയാം. 5 നിൽക്കുന്നു. ഒന്ന് ഉഷാറായിട്ട് ക്ലൂ കൊടുക്കാം. ക്ലൂ പോന്നോട്ടെ. മൈക്ക് പറ. മധുര നാരങ്ങ 6. പിന്നെ മധുര നാരങ്ങ. മസാല 7. ഉറക്കെ പറയണ്ട, ക്ലൂ മാത്രം കൊടുക്കുക. യെസ്, 7 നിൽക്കുന്നു. 7. നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. യെസ്, നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. യെസ്, ഏറ്റവും ഒടുവിലത്തെ മത്സരാർത്ഥിക്ക് നമ്മൾ എന്ത് കൊടുത്തുകൊണ്ട് തുടങ്ങാം? നല്ലൊരു ഗൈഡ് കൊടുത്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പേരെന്താ? ലത. ഓക്കെ, ലത ചേച്ചിക്ക് ഏതക്ഷരം കൊടുക്കണം? എളുപ്പമുള്ള അക്ഷരം ആയിക്കോട്ടെ. ഏതാ? ഈ വേണ്ട. പിന്നെ താ കൊടുക്കണം. വാ കൊടുക്കണം. ഓക്കെ, താ എന്ന അക്ഷരം സ്റ്റാർട്ട് ചെയ്യാം. താ വെച്ചിട്ട് ഒന്നോട്ടെ. താ വെച്ച് പോന്നോട്ടെ. താ തീ തോ എന്ത് വേണമെങ്കിലും ആക്കി മാറ്റാം. താ വെച്ചിട്ട് ഒന്നും പറയാനില്ലേ? എന്തോ ഒരു കാളി എന്ന് പറയുന്നു. എന്ത് വിളിച്ചു പറയാൻ പാടില്ല. തക്കാളി. പിന്നെ നമുക്ക് തെങ്ങിന്റെ മുകളിൽ എന്താ കിട്ടുക? തേങ്ങ. പിന്നെ തേങ്ങ വെച്ച് ഒന്നും ഉണ്ടാക്കല്ലേ? പോന്നോട്ടെ. എത്രയോ പറയാനുണ്ട്, പറഞ്ഞു കൊടുക്കാൻ പാടില്ല. പോന്നോട്ടെ. ടെൻഷൻ ഉണ്ടോ? നല്ല ടെൻഷൻ ഉണ്ട്. ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടുണ്ടോ? എന്താ ഹസ്ബൻഡിന്റെ പേര്? ചന്ദ്രപാൻ എന്ന ഭാര്യയാണോ? എവിടെ പോയി? ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു, മുങ്ങി തോന്നുന്നു. യെസ്. അപ്പം നമുക്ക് ഈ മത്സരത്തിന് വിജയം പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി നല്ലൊരു ഗൈഡ് കൊടുത്തുകൊണ്ട് 10 പേരുകൾ പറഞ്ഞിരിക്കുന്ന ആരാ? ഇവിടെ അല്ലേ? ബാക്കിയുള്ളവരൊക്കെ അതാത് സീറ്റുകളിലേക്ക് തന്നെ പോയിരിക്കുക. വളരെ നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഈ ഒരു സമ്മാനം ആര് തരണം? ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ? ഹസ്ബൻഡിന്റെ പേരെന്താ? നസീർക്കായ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആരാ? ഹസ്ബൻഡാണോ? പിന്നെ നസീർക്ക് അവിടെ ഒന്ന് ഓടി വരും ഭാര്യയ്ക്ക് ഒരു നല്ല സമ്മാനം കൊടുക്കുന്നതിനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ അരീക്കാട് യൂണിറ്റ് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ ഏറ്റവും നല്ല അടുക്കള വീട്ടമ്മയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. യെസ്, ഒരു നല്ല ഗൈഡ് കൊടുത്തുകൊണ്ട് ഭർത്താവ് ഭാര്യയ്ക്ക് സമ്മാനം ഏൽപ്പിക്കാം. ചിത്രത്തിലെ ചിഗ്നി ചെമ്പേലി എന്ന് തുടങ്ങുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനത്തിനാണ് നെഹ്ല ഡാൻസ് ചെയ്യാൻ പോകുന്നത്. ഒരിക്കൽ കൂടി ആ ഗാനത്തിന് നെഹ്ലയ്ക്കും ഒരു പ്രോത്സാഹനം നൽകി നല്ലൊരു ഗൈഡ് കൊടുക്കാം.